രണ്ട് തരം റൂഫിംഗ് ഷീറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ റൂഫ് ചെയ്താൽ ഏത് ഷീറ്റിന്റെ താഴെ നിന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ചൂട് കുറവായിട്ട് അനുഭവപ്പെടുക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ ഉള്ളത് പെരിന്തൽമണ്ണയിലെ ഞങ്ങളുടെ സൈറ്റിലാണുള്ളത്. ഒരു 3500 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ ഒറാലിയം റൂഫിംഗ് ഷീറ്റ് വെച്ച് റൂഫ് ചെയ്ത ഒരു റൂഫിന്റെ താഴെയും അതോടൊപ്പം തന്നെ JSWന്റെ സ്റ്റീൽ ഷീറ്റ് ഉപയോഗിച്ച് റൂഫിംഗ് ചെയ്ത ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് തന്നെ വലുപ്പമുള്ള ഒരു റൂഫിന്റെ താഴെയും ഈ അന്തരീക്ഷ ഊഷ്മാവ് എത്ര ഡിഗ്രി ഉണ്ടാകും എന്നുള്ളത് നമുക്കൊരു ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് ഒരു തെർമോമീറ്റർ വെച്ച് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നോക്കുന്നത് ഏകദേശം ഒരു 5 അടി ഉയരത്തിൽ നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവാണ് നോക്കുന്നത്. ഇതിപ്പോ 36.5 ഡിഗ്രി ചൂടാണുള്ളത്. 36.5 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഈ അലുമിനിയം ഒറാലിയം ഷീറ്റിന്റെ താഴെ നിൽക്കുമ്പോൾ ഒരു 5 അടി ഉയരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്തുള്ള ഷെഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു JSW സ്റ്റീൽ റൂഫിംഗ് ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു റൂഫിന്റെ താഴെ നമ്മൾ നേരത്തെ ഒറാലിയം ഷീറ്റിന്റെ താഴെ എടുത്ത അതേ ഹൈറ്റിൽ നമുക്ക് ഇവിടുത്തെ അന്തരീക്ഷ ഊഷ്മാവ് നമ്മുടെ ഡിവൈസ് വെച്ചൊന്ന് അളന്നു നോക്കാം. ഇത് വന്ന് 38 ഡിഗ്രിയാണ് ഇവിടുത്തെ അന്തരീക്ഷ ഊഷ്മാവ് കാണുന്നത്. കറക്റ്റായിട്ട് കാണുന്നുണ്ട്. 38 ഡിഗ്രി ചൂടാണ് ഇവിടെ അന്തരീക്ഷ ഊഷ്മാവ് കാണുന്നത്. അലൂമിനിയം മെറ്റീരിയൽ വളരെ പെട്ടെന്ന് തന്നെ ചൂടിനെ ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അന്തരീക്ഷത്തിലെ ഊഷ്മാവ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ റൂഫിന്റെ താഴെയുള്ള ഊഷ്മാവും വളരെ പെട്ടെന്ന് മാറ്റം വരും. നേരെ മറിച്ച് ഇരുമ്പ് മെറ്റീരിയല് ചൂടിനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ നേരം പിടിച്ചു നിർത്തുന്നത് കൊണ്ട് അന്തരീക്ഷത്തിലെ ഊഷ്മാവ് മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മുടെ റൂഫിന്റെ താഴെയുള്ള ചൂട് മാറ്റം വരാൻ സാധ്യതയില്ല. വിലയുടെ കാര്യത്തിൽ ഏകദേശം ഇരട്ടിയോളം വരുമെങ്കിലും ലൈഫിന്റെ കാര്യത്തിലും ശബ്ദത്തിന്റെ കാര്യത്തിലും റൂഫിംഗ് ചെയ്യാൻ ഏറ്റവും ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അലുമിനിയം റൂഫിംഗ് ഷീറ്റ് തന്നെയാണ്. നിർമ്മാണ രംഗത്ത് നമ്മൾ ചെലവഴിക്കുന്ന തുകയ്ക്ക് കൃത്യമായ മൂല്യം ലഭിക്കണമെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് സാമാന്യം അറിവ് ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരം അറിവുകൾ പങ്കുവെക്കുന്നതിനായി ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകൾ നിരന്തരം കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു.